വളർത്തുമൃഗങ്ങളുടെ ചികിത്സയോടൊപ്പം അവയുടെ സൗന്ദര്യ സംരക്ഷണം, ഭക്ഷണം, കളിപ്പാട്ടങ്ങൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുകയാണ് ഡോക്ടർ സുനിൽ കുമാർ. കൊച്ചിയിലെ എരൂരിലുള്ള ഫെലിക്കൻ പെറ്റ് ഹോസ്പിറ്റൽ വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുന്നവരെ ആകർഷിക്കുക തന്നെ ചെയ്യും. വളർത്തുമൃഗങ്ങളുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി ആധുനിക ഉപകരണങ്ങളാണ് ഇവിടെയുള്ളത്. എക്സ്റേ, അൾട്രാസൌണ്ട് സ്കാനർ, അൾട്രാസൌണ്ട് ഡെന്റൽ സ്കെയിലർ തുടങ്ങി 24 മണിക്കൂറും അടിയന്തര സേവനവും ഇവിടെ ലഭ്യമാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ പുറത്ത് തന്നെ പല സംസ്ഥാനങ്ങളും മൃഗങ്ങൾക്ക് കിട്ടുന്ന പരിഗണന, വിദേശത്ത് മൃഗങ്ങൾക്ക് കിട്ടുന്ന പരിഗണന ഒന്നും നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നില്ല. ഇത് പല ക്ലയൻസും എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹത്തെ മുൻനിർത്തി, എൻ്റെ ഒരു ആഗ്രഹം മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റിന് ഞാൻ തുടക്കമിടുന്നത്. ഇവിടെ ഇതൊരു കംപ്ലീറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേണ്ടി പറയാം. ഞങ്ങൾ മൃഗങ്ങൾക്കുള്ള പെറ്റ് സ്റ്റോറി ഞങ്ങൾക്കുണ്ട്, ഇൻപേഷ്യൻ്റ് വാർഡ്, എക്സ്റേ, അൾട്രാസൗണ്ട്, ഞങ്ങൾക്കൊരു ഗ്രൂമിങ് സ്റ്റുഡിയോ ഉണ്ട്. ഒരു നായ്ക്ക് വേണ്ടി എല്ലാം ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. പലരുടെയും ധാരണ ഇതൊരു എക്സ്പെൻസീവാണ്, അത് നമ്മുടെ വിദേശത്തൊക്കെ പോലെ ഇത് വളരെ ചിലവ് കൂടിയൊരു മാർഗമാണെന്നാണ്. പക്ഷെ അതല്ല. നിങ്ങളിത് വന്നാലേ ഇതിന് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലീസ് കൂടി വരികയാണ്. കാരണം ഇവിടെ മനുഷ്യ ബന്ധങ്ങൾ കുറയുന്നു. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു അനിമൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഉണ്ടാവാനും വളരെയേറെ സഹായിക്കുമെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പെറ്റ്സിനോടുള്ള സ്നേഹം എന്നർത്ഥം വരുന്ന പെറ്റോണിയ പെറ്റ് ഷോപ്പിൽ സ്വദേശത്തും വിദേശത്തും നിർമ്മിച്ച സമീകൃത ആഹാരം, ചെയിൻ, ഷാംപൂ, കളിപ്പാട്ടങ്ങൾ, ടീഷർട്ടുകൾ തുടങ്ങിയവ ഒരുക്കിയിരിക്കുന്നു. സാധാരണ ഏറ്റവും ഒരു ക്ലയന്റ് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ആവശ്യമുള്ള ഫുഡ്, ആക്സസറീസ്, അതേപോലെ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്, എക്സ്റേ, അൾട്രാസൗണ്ട്, ഇൻപേഷ്യൻ്റ്, ഇതൊക്കെ പല സ്ഥലത്തുണ്ട്. പക്ഷെ പല സ്ഥലം ചെതറിക്കിടക്കണം. ഇതെല്ലാം ഞങ്ങളൊരു ഒറ്റ കുടക്കീഴിൽ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. നമ്പർ 1. നമ്പർ 2, ഗ്രൂമിങ് സ്റ്റുഡിയോ ഞങ്ങളെ സംബന്ധിച്ചൊരു പുതിയൊരു കൺസെപ്റ്റാണ്. കാരണം പലരുടെയും ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ലക്ഷറി ആയിട്ടുള്ളൊരു ഇതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മൃഗങ്ങൾക്ക്, എസ്പെഷ്യലി ഹെയറി ബ്രീഡ്സിന് വളരെ ഒരു നെസസിറ്റിയാണ്. അവരെ സംബന്ധിച്ച് ഇവരെ ബ്രഷ് ചെയ്യുക, കറക്റ്റായിട്ട് ജട പിടിക്കാതെ കൊണ്ടു നടക്കുക, സ്മെല്ലില്ലാതെ കൊണ്ടു നടക്കുക, ഇതൊക്കെ ഒരു ഇൻഡോർ പെറ്റ് എന്നുള്ള രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ കേരളത്തിലെ ഒരു പെറ്റ് ഇൻഡസ്ട്രിയുടെ ചേഞ്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ 10 വർഷം മുമ്പ് വരെ നമുക്കിവിടെ കേരളത്തിൽ വാച്ച് ഡോഗ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് പുതിയതായിട്ടൊരു പെറ്റ് ഡോഗ്സ് എന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത്. നമ്മളിപ്പോൾ നായ്ക്കളെ വീടിൻ്റെ ഉള്ളിൽ കയറ്റി തുടങ്ങി, ബെഡിലിരുത്തി തുടങ്ങി. അതേപോലെ ആ ഒരു ഹ്യൂമൻ ആനിമൽ റിലേഷൻഷിപ്പ് കൂടി വരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അനിമൽസിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അവരുടെ അസുഖങ്ങൾ നമ്മുടെ അടുത്ത് പകരാതിരിക്കാനൊക്കെ നോക്കേണ്ട ഒരു ബാധ്യത ഒരു വെറ്ററിനറി ഡോക്ടർ എന്നുള്ളതിൽ എനിക്കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം മുൻനിർത്തിയാണ് ഞാൻ ഇതെല്ലാം തുടങ്ങിയിരിക്കുന്നത്. നായ്ക്കളുടെ നഖം മുറിക്കുക, ചെവി വൃത്തിയാക്കുക, പല്ലിന്റെ സംരക്ഷണം തുടങ്ങിയ സേവനങ്ങൾ നൽകാൻ പ്രറ്റി പോസ് ബ്യൂട്ടി പാർലറും ക്ലിനിക്കിലുണ്ട്. നായയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് കുറേ ടൈപ്പ് ഓഫ് ഷാംപൂസ് ഉണ്ട്. ഇപ്പോൾ ടിക്സ്, ഫ്ലീസ്, എക്ടോപാരസൈറ്റ്സ് ഉള്ള കണ്ടീഷൻ, ഫംഗൽ ഡിസീസ്, അതേപോലെ എന്തെങ്കിലും സ്കിൻ ഡിസീസ് ഉള്ള കണ്ടീഷൻ, സ്മെല്ലുള്ള കണ്ടീഷൻ, അങ്ങനെ ഡാൻഡ്രഫ്, അങ്ങനെ പല കണ്ടീഷൻസ് വരാം. അപ്പോൾ ഇതിനു വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഓരോ കണ്ടീഷൻ ഞങ്ങൾ ഓരോ ഷാംപൂസ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ബ്ലോവർ എന്നുള്ള ഞങ്ങൾക്കൊരു വെറ്റേറിയൻ ഡ്രൈ ഏരിയ ഉണ്ട്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. വെറ്റേരിയൽ വെച്ച് ഞങ്ങൾ അതിനെ കുളിപ്പിച്ച് ഷാംപൂ ചെയ്ത് ബ്ലോവർ വെച്ച് ഉണക്കി ഞങ്ങൾ ഡിയോഡ്രൻറ്റ് വെച്ചിട്ട് ശരിക്കും ഒരു സയൻസാണ്. നമ്മൾ വെറുതെ ഒരു കുളിപ്പിക്കലല്ല ശരിക്കും അത്. ഞങ്ങളത് വളരെ ശാസ്ത്രീയമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പെറ്റ് സ്റ്റോർ, ഞങ്ങളിവിടെ ഒരുവിധം നായ്ക്കൾക്ക് കിട്ടാവുന്ന എല്ലാ സാധനവും ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നായ്ക്കളെ ഷാംപൂ ചെയ്ത് കുളിപ്പിച്ച് ബോവ വച്ചുണക്കി രോമം വൃത്തിയാക്കി നല്ല സുന്ദര കുട്ടപ്പനായാണ് തിരികെ ഉടമസ്ഥനു നൽകുക. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. വളർത്തുമൃഗങ്ങളുടെ ചികിത്സയോടൊപ്പം അവയുടെ സൗന്ദര്യ സംരക്ഷണം, ഭക്ഷണം, കളിപ്പാട്ടങ്ങൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുകയാണ് ഡോക്ടർ സുനിൽ കുമാർ. കൊച്ചിയിലെ എരൂരിലുള്ള ഫെലിക്കൻ പെറ്റ് ഹോസ്പിറ്റൽ വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുന്നവരെ ആകർഷിക്കുക തന്നെ ചെയ്യും. വളർത്തുമൃഗങ്ങളുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി ആധുനിക ഉപകരണങ്ങളാണ് ഇവിടെയുള്ളത്. എക്സ്റേ, അൾട്രാസൌണ്ട് സ്കാനർ, അൾട്രാസൌണ്ട് ഡെന്റൽ സ്കെയിലർ തുടങ്ങി 24 മണിക്കൂറും അടിയന്തര സേവനവും ഇവിടെ ലഭ്യമാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ പുറത്ത് തന്നെ പല സംസ്ഥാനങ്ങളും മൃഗങ്ങൾക്ക് കിട്ടുന്ന പരിഗണന, വിദേശത്ത് മൃഗങ്ങൾക്ക് കിട്ടുന്ന പരിഗണന ഒന്നും നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നില്ല. ഇത് പല ക്ലയൻസും എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹത്തെ മുൻനിർത്തി, എൻ്റെ ഒരു ആഗ്രഹം മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റിന് ഞാൻ തുടക്കമിടുന്നത്. ഇവിടെ ഇതൊരു കംപ്ലീറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേണ്ടി പറയാം. ഞങ്ങൾ മൃഗങ്ങൾക്കുള്ള പെറ്റ് സ്റ്റോറി ഞങ്ങൾക്കുണ്ട്, ഇൻപേഷ്യൻ്റ് വാർഡ്, എക്സ്റേ, അൾട്രാസൗണ്ട്, ഞങ്ങൾക്കൊരു ഗ്രൂമിങ് സ്റ്റുഡിയോ ഉണ്ട്. ഒരു നായ്ക്ക് വേണ്ടി എല്ലാം ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. പലരുടെയും ധാരണ ഇതൊരു എക്സ്പെൻസീവാണ്, അത് നമ്മുടെ വിദേശത്തൊക്കെ പോലെ ഇത് വളരെ ചിലവ് കൂടിയൊരു മാർഗമാണെന്നാണ്. പക്ഷെ അതല്ല. നിങ്ങളിത് വന്നാലേ ഇതിന് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലീസ് കൂടി വരികയാണ്. കാരണം ഇവിടെ മനുഷ്യ ബന്ധങ്ങൾ കുറയുന്നു.
അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു അനിമൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഉണ്ടാകാനും വളരെയേറെ സഹായിക്കുമെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പെറ്റ്സിനോടുള്ള സ്നേഹം എന്നർത്ഥം വരുന്ന പെറ്റോണിയ പെറ്റ് ഷോപ്പിൽ സ്വദേശത്തും വിദേശത്തും നിർമ്മിച്ച സമീകൃത ആഹാരം, ചെയിൻ, ഷാംപൂ, കളിപ്പാട്ടങ്ങൾ, ടീഷർട്ടുകൾ തുടങ്ങിയവ ഒരുക്കിയിരിക്കുന്നു. സാധാരണ ഏറ്റവും ഒരു ക്ലയന്റ് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമുള്ള ഫുഡ്, ആക്സസറീസ്, അതേപോലെ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്, എക്സ്റേ, അൾട്രാസൗണ്ട്, ഇൻപേഷ്യന്റ്, ഇതൊക്കെ പല സ്ഥലത്തുണ്ട്. പക്ഷെ പല സ്ഥലം ചെതറിക്കിടക്കണം. ഇതെല്ലാം ഞങ്ങളൊരു ഒറ്റ കുടക്കീഴിൽ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. നമ്പർ 1. നമ്പർ 2, ഗ്രൂമിംഗ് സ്റ്റുഡിയോ ഞങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയൊരു കൺസെപ്റ്റാണ്. കാരണം പലരുടെയും ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ലക്ഷറി ആയിട്ടുള്ള ഇതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മൃഗങ്ങൾക്ക്, എസ്പെഷ്യലി ഹെയറി ബ്രീഡ്സിന് വളരെ ഒരു നെസസിറ്റിയാണ്. അവരെ സംബന്ധിച്ച് ഇവരെ ബ്രഷ് ചെയ്യുക, കറക്റ്റായിട്ട് ജട പിടിക്കാതെ കൊണ്ടു നടക്കുക, സ്മെല്ലില്ലാതെ കൊണ്ടു നടക്കുക, ഇതൊക്കെ ഒരു ഇൻഡോർ പെറ്റ് എന്നുള്ള രീതിയിൽ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ കേരളത്തിലെ ഒരു പെറ്റ് ഇൻഡസ്ട്രിയുടെ ചേഞ്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ 10 വർഷം മുമ്പ് വരെ നമുക്കിവിടെ കേരളത്തിൽ വാച്ച് ഡോഗ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് പുതിയതായിട്ടൊരു പെറ്റ് ഡോഗ്സ് എന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത്. നമ്മളിപ്പോൾ നായ്ക്കളെ വീടിൻ്റെ ഉള്ളിൽ കയറ്റി തുടങ്ങി, ബെഡിലിരുത്തി തുടങ്ങി. അതേപോലെ ആ ഒരു ഹ്യൂമൻ അനിമൽ റിലേഷൻഷിപ്പ് കൂടി വരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അനിമൽസിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അവരുടെ അസുഖങ്ങൾ നമ്മുടെ അടുത്ത് പകരാതിരിക്കാനൊക്കെ നോക്കേണ്ട ഒരു ബാധ്യത ഒരു വെറ്ററിനറി ഡോക്ടർ എന്നുള്ളതിൽ എനിക്കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം മുൻനിർത്തിയാണ് ഞാൻ ഇതെല്ലാം തുടങ്ങിയിരിക്കുന്നത്. നായ്ക്കളുടെ നഖം മുറിക്കുക, ചെവി വൃത്തിയാക്കുക, പല്ലിന്റെ സംരക്ഷണം തുടങ്ങിയ സേവനങ്ങൾ നൽകാൻ പ്രറ്റി പോസ് ബ്യൂട്ടി പാർലറും ക്ലിനിക്കിലുണ്ട്. നായയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് കുറേ ടൈപ്പ് ഓഫ് ഷാംപൂസ് ഉണ്ട്. ഇപ്പോൾ ടിക്സ്, ഫ്ലീസ്, എക്ടോപാരസൈറ്റ്സ് എന്നുള്ള കണ്ടീഷൻ, ഫംഗൽ ഡിസീസ്, അതേപോലെ എന്തെങ്കിലും സ്കിൻ ഡിസീസ് ഉള്ള കണ്ടീഷൻ, സ്മെല്ലുള്ള കണ്ടീഷൻ, അങ്ങനെ ഡാൻഡ്രഫ്, അങ്ങനെ പല കണ്ടീഷൻസ് വരും. അപ്പോൾ ഇതിനു വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഓരോ കണ്ടീഷൻ ഞങ്ങൾ ഓരോ ഷാംപൂസ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ബ്ലോവർ എന്നുള്ള ഞങ്ങൾക്കൊരു വെറ്റേറിയൻ ഡ്രൈ ഏരിയ ഉണ്ട്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. വെറ്റേരിയൽ വെച്ച് ഞങ്ങൾ അതിനെ കുളിപ്പിച്ച് ഷാംപൂ ചെയ്ത് ബ്ലോവർ വെച്ച് ഉണക്കി ഞങ്ങൾ ഡിയോഡ്രൻറ്റ് വെച്ചിട്ട് ഞങ്ങളൊരു ശരിക്കും ഒരു സയൻസാണ്. നമ്മൾ വെറുതെ ഒരു കുളിപ്പിക്കലല്ല ശരിക്കും അത്. ഞങ്ങളത് വളരെ ശാസ്ത്രീയമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. രണ്ട് ഞങ്ങളുടെ പെറ്റ് സ്റ്റോർ, ഞങ്ങളിവിടെ ഒരുവിധം നായ്ക്കൾക്ക് കിട്ടാവുന്ന എല്ലാ സാധനവും ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നായ്ക്കളെ ഷാംപൂ ചെയ്ത് കുളിപ്പിച്ച് ബോവ വച്ചുണക്കി രോമം വൃത്തിയാക്കി നല്ല സുന്ദര കുട്ടപ്പനായാണ് തിരികെ ഉടമസ്ഥനു നൽകുക. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.